പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ പലരും ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള 3 മിസ്റ്റേക്കുകളുണ്ട്. ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഇനി ചെയ്യരുത്. പലരും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വാമൊഴിയായിട്ടുള്ള കംപ്ലൈന്റ് പറയാറുണ്ടല്ലേ. പക്ഷെ ഇനി ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കംപ്ലൈന്റ് നിങ്ങൾ റിട്ടേൺ കംപ്ലൈന്റ് ആയിട്ട് എഴുതി തന്നെ നിങ്ങൾ കൊടുക്കണം. ഇനി ഈ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അപ്പൊ തന്നെ മടങ്ങി വരരുത്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ കംപ്ലൈന്റ് കൊടുത്തതിന് ശേഷം പോലീസുകാരൻ നിങ്ങൾക്ക് ഒരു അക്നോളജ്മെന്റ് കാർഡ് തരും. ഈ കാർഡ് നിങ്ങൾ നിർബന്ധമായി വാങ്ങണം. കാരണം ഇത് വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ പരാതി മിസ്സാവാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമതായിട്ട്, നിങ്ങളുടെ പരാതിയിൽ ഒരിക്കലും അവരെന്നെ അടിച്ചു അല്ലെങ്കിൽ ഡിസ്റ്റർബ് ചെയ്തു ഇങ്ങനെ മാത്രം എഴുതരുത്. കാരണം നടന്ന സംഭവം വ്യക്തമായിട്ട് എഴുതണം. അതിന്റെ സമയവും ഡേറ്റും തീയതിയും വിറ്റ്നസും എവിഡൻസും ഒക്കെ വെച്ചിട്ട് വേണം നിങ്ങൾ എഴുതാൻ. കാരണം ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ മാത്രമേ നടന്ന സംഭവത്തിന്റെ സെക്ഷൻസ് പോലീസുകാർക്ക് മെൻഷൻ ചെയ്യാൻ സാധിക്കുള്ളൂ. മൂന്നാമതായിട്ട്, ലോക്കൽ സ്റ്റേഷനിൽ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നിങ്ങളുടെ പരാതിക്ക് കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹയർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെടുക. അതായത് ഹയർ അതോറിറ്റിയിൽ നിങ്ങളുടെ കംപ്ലൈന്റ് കൊടുക്കുക. ഇനി FIR ഇടേണ്ട കേസുകളാണെങ്കിൽ FIR വേണം എന്നുള്ളത് നിങ്ങൾ കൃത്യമായി പറയാം. അപ്പൊ കോമൺ ആയിട്ടുള്ള ഇത്തരം മിസ്റ്റേക്കുകൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം.